उत्तमं वेरी गुड सर्वेभ्यो नमो नमः सर्वेभ्यः संस्कृतदिनस्य शुभाशयाः संस्कृतं विद्यानां मूलम् अस्ति अस्याः भाषायाः अध्ययनं कृत्वा जीवनं प्रकाशमयं कुर्मः സംസ്കൃതം എന്ന് പറയുന്നത് വിദ്യ അറിവിന്റെ വേരാണെന്നാ പറയുന്നത് അറിവിന്റെ വേര് അവിദ്യാന മൂലമസ്തി ഈ ഭാഷയുടെ പഠനം കൊണ്ട് നമുക്ക് ജീവിതം പ്രകാശമയമാക്കാം എന്നാണ് പറയുന്നത് കേട്ടോ അദ്യ അസ്മാകം മഹാൻ ദിനഃ അസ്തി യഹ സംസ്കൃത ദിനഃ ഇതി വിഖ്യാതഃ സംസ്കൃത ദിനം എന്ന് വിഖ്യാതമായിട്ടുള്ള ഈ ദിവസം നമുക്കേറെ മഹത്തരമേറിയതാണ് സംസ്കൃതം ഭാരതസ്യ പ്രാചീനതനം സംസ്കൃതം സംസ്കൃതി അസ്തി നമ്മുടെ സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ പ്രാചീനമായ ഒരു സംസ്കാരമാണെന്നാ പറയുന്നത് സംസ്കൃതം ഒരു ഭാഷ മാത്രമല്ല അതൊരു സംസ്കാരമാണ് അനയാ ഭാഷയ ശാസ്ത്രാണി പുരാണാനി കാവ്യാനി ച രചിതാനി ഈ ഭാഷയിലാണ് നമ്മുടെ അനേകം പുരാണങ്ങളും ശാസ്ത്രങ്ങളും കാവ്യങ്ങളും ഒക്കെ രചിച്ചിട്ടുള്ളത് ഏകം സുഭാഷിതം അഭി അസ്തി ഒരു സുഭാഷിതം ഉണ്ട് നിങ്ങൾ കുറച്ചു മുമ്പ് കേട്ടിട്ടുണ്ടാവും കൃഷ്ണഗീത ചേച്ചി ചൊല്ലിയത് കേട്ടുവാ എന്നാ ചൊല്ലു ഭാഷാസു മുഖ്യ മധുര ദിവ്യാ ഗീർവാണ ഭാരതി തസ്യാം ഹി കാവ്യം മധുരം തത്രാപി ച സുഭാഷിതം ഈ സുഭാഷിതം സംസ്കൃത ഭാഷയുടെ മഹത്വം വിളിച്ചോതുന്ന ഒരു സുഭാഷിതമാണ് സംസ്കൃതേ അധ്യയനം മാനവസ്യ ബൗദ്ധിക വികാസായ അത്യാവശ്യകം നമ്മുടെ ബുദ്ധിപരമായ വികാസത്തിന് സംസ്കൃത പഠനം വളരെ അത്യാവശ്യമാണ് ഇവിടെ ശ്രദ്ധിക്കൂ നമ്മുടെ പഞ്ചാംഗ ശിക്ഷണത്തിൽ സംസ്കൃതം എന്ന ഭാഷയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തിനാണ് വിജ്ഞാനമയ കോശത്തിനെ ഉദ്ദീപിപ്പിക്കാനായിട്ടാണ് വിജ്ഞാനമയ കോശം എന്ന ആഴമേറിയ ആ കോശത്തിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്കൃത ഭാഷ പഞ്ചാംഗ ശിക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സർവേഷാം ബാലകാനാം സംസ്കൃതം പാഠയേതി ആവശ്യം എല്ലാ കുട്ടികൾക്കും സംസ്കൃത ഭാഷ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സംസ്കൃതം ധാരയാമ സംസ്കൃതം രക്ഷാമ ച സംസ്കൃത ഭാഷയെ അറിഞ്ഞുകൊണ്ട് നമുക്ക് സംസ്കാരത്തെ രക്ഷിക്കാം ഏഷാ ഭാഷ ന കേവലം പ്രാചീന ഭാഷ അപിതു ആധുനിക വിജ്ഞാനസ്യ അപി ആധാരഃ വെറുമൊരു ഭാഷ എന്നത് പ്രാചീന ഭാഷ എന്ന് മാത്രമല്ല ആധുനികമായിട്ടുള്ള വികാസത്തിന് കൂടി ഇത് ആധാരമായിട്ടുണ്ട് സംസ്കൃതം ഇപ്പോൾ കമ്പ്യൂട്ടറിൽ വരെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായോ കമ്പ്യൂട്ടറിൽ കൂടി സംസ്കൃത ഭാഷയ്ക്ക് ഉത്തരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രോഗ്രാമുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സമഗ്രഹ ജഗത് സംസ്കൃതസ്യ മഹത്വം യഥാ അംഗീകുറുവനേവം ഭവതു എല്ലാ ലോകരാഷ്ട്രങ്ങളും സംസ്കൃതം എന്ന ഭാഷയുടെ മഹത്വം അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി മറ്റൊരു വിശേഷം ഇന്നത്തെ അദ്യ ആവണി മാസേ അവിട്ടം ദിനം അസ്തി ഇത് ആവണി മാസത്തിലെ ചിങ്ങമാസത്തിലെ അവിട്ടം ദിവസമാണ് ഹിന്ദു ആചാര്യണാം അതേ മഹത്വം അർഹതി ഹൈന്ദവരായിട്ടുള്ള നമ്മുടെ ആചാര്യന്മാരില് അല്ലെങ്കിൽ ആചാരങ്ങളില് ഏറെ മഹത്വപൂർണമായ ഒരു ദിവസമാണ് ഇന്ന് അസ്മിൻ ദിനെ യജ്ഞോപവീതം പരിവർത്തിയ ബ്രാഹ്മണ സമസ്ത വർഷം കൃതാനി പാപാനി നിവാര്യ നൂതനം യജ്ഞോപവീതം ധൃത്വ നവമേകം രക്ഷാകവചം പ്രാപ്നുവന്തി ഇതി സങ്കല്പഃ അസ്തി നിങ്ങള് അമ്പലത്തിലെ ശാന്തി ചെയ്യുന്ന ആളുകളുടെ പൂജാരികളുടെ പിന്നെ ദേഹത്തൊരു പൂണൂല് കണ്ടിട്ടുണ്ടോ പൂണുനൂല് കണ്ടിട്ടുണ്ടോ അതിനാണ് യജ്ഞോപവീതം എന്ന് പറയാം മനസ്സിലായോ അത് എത്രയോ ത്യാഗം സഹിച്ചുകൊണ്ടാണ് അവരെ ചെറുപ്രായത്തിൽ അത് ധരിക്കുന്നത് അപ്പോ ഈ ആവണി മാസത്തിലെ അവിട്ടം ദിവസം അവർ ഈ യജ്ഞോപവീതം പുതുക്കി ഇടും പുതിയ തോരെണ്ണം തയ്പ്പിച്ചിടും ഉണ്ടാക്കി ധരിക്കും അതെന്തിനാണ് അവരുടെ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം കഴുകി കളഞ്ഞുകൊണ്ട് അത് ശുദ്ധമാക്കിക്കൊണ്ട് വീണ്ടും അതിനെ ധരിക്കുന്നതാണ് ഈ ആവണി മാസത്തിലെ അവിട്ടം ദിവസം അതുപോലെ ഇതൊരു രക്ഷാ കവചമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് ഭാരതദേശേ ആവണി അവിട്ടം ഇതി നാംന ഏഷഃ ഉത്സവഃ സമ്പാദ്യതേ ഇപ്പൊ നമ്മുടെ പോലെയുള്ള ഈ തെക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളിലെ ആവണി അവിട്ടം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് വിശേഷതഃ ബ്രാഹ്മണൈഹി ഏഷഃ ഉത്സവഃ ആചര്യതേ ബ്രാഹ്മണരാണ് ഈ ഉത്സവം കൂടുതലായിട്ടും ആഘോഷിക്കുന്നത് കാരണം എന്താണ് അവർക്ക് പൂണുനൂല് ധരിക്കുന്ന ആ ചടങ്ങ് ഈ ദിവസമാണ് നടക്കുന്നത് आवणि अविट्टं दिने एतादृशः रक्षासङ्कल्पः इति कारणेन एषः दिनः देशव्यापकः रक्षाबन्धन उत्सवः अपि आचर्यते।
സാരം പകൽ സമയത്ത് മൂങ്ങിക്ക് കാഴ്ചയില്ല, രാത്രിയിൽ കാക്കയ്ക്ക് കാഴ്ചയില്ല. എന്നാൽ അറിവില്ലാത്തവനായ മൂഢന് പകലും രാത്രിയും കാഴ്ചയില്ല. പശ്യതി നോലൂക കാകോ നക്തം ന പശ്യതി വിദിത്യാവിഹീനോ മൂഢസ്തു ദിവാനക്തം ന പശ്യതി. സമാഭാവി ദശവാപി സമൂദ്രമഃ ദശഗൃഹസമുപുത്രോ ദശപുത്രസമൂദ്രമഃ. താരം 10 കിരണങ്ങൾക്ക് ഒരു കുളത്തിന് സമം, 10 കുളങ്ങൾ ഒരു തടാകത്തിന് സമം, 10 തടാകങ്ങൾ ഒരു പുത്രന് സമം, 10 പുത്രന്മാർക്ക് ഒരു മരത്തിന് സമം. ദശഭൂപസമാവാപി ദശവാപി സമൂദ്രമഃ ദശഗൃഹസമുപുത്രോ ദശപുത്രസമൂദ്രമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദ്വാദശോऽധ്യായः ഭക്തിയോഗः. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്തസ്ത്വം പര്യുപാസതേ ഏച്ഛാന്ത്യക്ഷരമവ്യക്തം തേഷാം കേ യുക്തവിത്തമഃ. ശ്രീഭഗവാനുവാച മയ്യാവേശമനോ യേവ നിത്യയുക്ത ഉപാസതേ സർവത്രതയാ പരയോ വേദ തദമാമതാഃ. ഛായാമന്യസ്യ കുർവന്തി തിഷ്ഠന്തി സ്വയമാദപേ ഭരന്തി ച പരാത്തായ വൃക്ഷാ സത്പുരുഷാ ഇവ. വൃക്ഷങ്ങൾ സ്വയം വെയിലത്തു നിന്നുകൊണ്ട് മറ്റുള്ളവർക്കായി തണൽ നൽകുന്നു. അവ കായ്ക്കുകയും ഫലങ്ങളായി തന്നെ കായ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വൃക്ഷം സത്പുരുഷന്മാർക്ക് തുല്യമാണ്. ഛായാമന്യസ്യ കുർവന്തി തിഷ്ഠന്തി സ്വയമാദപേ ഫലന്തി ച പരാത്തായ വൃക്ഷാ സത്പുരുഷാ ഇവ. ഓം വാർത്തായ പ്രതിബോധിത ഭഗവതാ
നമോ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്വാദശോധ്യായഃ ഭക്തിയോഗഃ. അർജുന ഉവാച ഏവം സതതയുക്തായേ തത്ത്വസ്താം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. ശ്രീഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്താ ഉപാസതേ ശ്രദ്ധയാ പരയോപേതാം തേ മേ യുക്തതമാ മതാഃ. अहम अरविंद विद्यालये पठामि. मम प्रिय विषये संस्कृतम्. मम वर्गः तृतीय अस्ति. नमस्ते. मम नाम आदिदेव अस्ति. अहम् अरविन्द विद्यालये पठामि. मम वर्गः तृतीय अस्ति. मम प्रियविषयं संस्कृतमस्ति. मम गृहे माता पिता भ्राता भगिनी च अस्ति. अहं पाठं पठितुं चित्रम् आकृतुं क्रीडितुं च क्रियते. धन्यवादः. मम नाम आनन्द. मम कक्षा तृतीय अस्ति. मम प्रियविषयः संस्कृतम्. मम अरविन्द विद्यालये पठामि. मम पाठं पठितुं नमस्ते. अद्वादशोऽध्यायः भक्तियोगः.